ഈസ്റ്റർ എക്രോൾ എന്നറിയപ്പെടുന്ന ഈസ്റ്റർ ആഘോഷ പരിപാടിക്ക് കോർപ്പറേറ്റ് സ്പോൺസർമാരെ തേടി വൈറ്റ് ഹൌസ്. അതേസമയം വൈറ്റ് ഹൌസിന്റെ പരിപാടി കോർപ്പറേറ്റുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുവാനുള്ള നീക്കത്തിൽ പലരും ആശങ്കയുയർത്തിയിട്ടുണ്ട്. ഓരോ വർഷത്തെയും ഈസ്റ്റർ പരിപാടിക്ക് ലക്ഷക്കണക്കിന് ഡോളറാണ് വൈറ്റ് ഹൌസ് ചെലവഴിക്കുക. ഹാർബിഞ്ചേഴ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വഴിയാണ് വൈറ്റ് ഹൌസ് സ്പോൺസർമാരെ തിരയുന്നത്. ഈസ്റ്റർ എക്രോൾ എന്നറിയപ്പെടുന്ന ആഘോഷത്തിന് $75,000 മുതൽ $2 ലക്ഷം വരെയുള്ള സ്പോൺസർഷിപ്പുകളാണ് വൈറ്റ് ഹൌസ് തേടുന്നത്. സ്പോൺസർമാരുടെ ബ്രാൻഡിംഗ് ഉറപ്പു നൽകുന്നുവെന്നും വൈറ്റ് ഹൌസ് കോർപ്പറേറ്റുകൾക്ക് അയച്ച 9 പേജുള്ള രേഖയിൽ പറയുന്നുവെന്ന് US മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തു. 1878 യുഎസിന്റെ 19ാം പ്രസിഡന്റായിരുന്ന റദൽഫോർഡ് ബി ഹെയ്സാണ് വൈറ്റ് ഹൌസിൽ ഈസ്റ്റർ എക്രോൾ എന്ന പരിപാടിക്ക് തുടക്കമിട്ടത്. എന്നാൽ എബ്രഹാം ലിങ്കൺ പ്രസിഡന്റായിരിക്കെ തന്നെ അനൌദ്യോഗികമായി മുട്ടയുരുട്ടൽ പാർട്ടികൾ നടത്താറുണ്ടായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് വെബ്സൈറ്റ് പറയുന്നു. ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച US ക്യാപിറ്റോളിന് സമീപമുള്ള മൈതാനത്ത് നടക്കുന്ന ആഘോഷങ്ങളിൽ വലിയ ജനകീയ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ആഘോഷം മൈതാനം നശിപ്പിക്കുന്ന തരത്തിൽ അനിയന്ത്രിതമായതോടെ 1877 മൈതാന സംരക്ഷണ നിയമം പാസാക്കിക്കൊണ്ട് മുട്ടയുരുട്ടൽ നിരോധിച്ചു. യുള്ളിസസ് എസ് ഗ്രാന്റ് ആയിരുന്നു അന്ന് പ്രസിഡന്റ്. പിന്നീട് 1878 ഒരു കൂട്ടം കുട്ടികൾ വൈറ്റ് ഹൌസിന്റെ ഗേറ്റിന് മുന്നിലേക്ക് പോയി. മുട്ടയുരുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പോയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് റദൽഫോർഡ് ബി ഹെയ്സ് അവരെ അകത്തേക്ക് കയറ്റിവിടുവാൻ സുരക്ഷാ ജീവനക്കാരോട് നിർദ്ദേശിക്കുകയായിരുന്നു. അന്നു മുതലാണ് എല്ലാ വർഷവും ഈസ്റ്ററിന് ശേഷമുള്ള തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് മൈതാനത്ത് എക്രോൾ ഔദ്യോഗികമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്. ഈ ആഘോഷത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയതോടെ അതിഥികളുടെ എണ്ണം വൈറ്റ് ഹൌസ് നിയന്ത്രിച്ചു. പരമ്പരാഗതമായി പ്രഥമ വനിത അഥവാ പ്രസിഡന്റിന്റെ ജീവിത പങ്കാളിയാണ് ഈസ്റ്റർ എക്രോൾ ആഘോഷം ആസൂത്രണം ചെയ്യുക. ഒന്നാം ലോക മഹായുദ്ധം കാരണം 1917 മുതൽ 1920 വരെയും രണ്ടാം ലോക മഹായുദ്ധം കാരണം 1943 മുതൽ 1945 വരെയും എക്രോൾ ആഘോഷം നടന്നിരുന്നില്ല. ഭക്ഷ്യവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പേരിലും അപകടാവസ്ഥയിലായിരുന്ന വൈറ്റ് ഹൌസിന്റെ പുനർനിർമ്മാണം നടക്കുകയായിരുന്നതിനാലും 1946 മുതൽ 1952 വരെയും നിരോധനമുണ്ടായിരുന്നു.